2018 ALP എക്സാം നടത്തിയപ്പോൾ ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാർ ടെക്നീഷ്യൻ എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ ചോദ്യങ്ങളുടെ നിലവാരം, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളാണ്. അതേസമയം ALPക്ക് ചോദിച്ചിട്ടുള്ളത് കുറേ കൂടി കമ്പാരിറ്റീവ്ലി കോമൺ സെൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെയാണോ? അല്ല. ALP എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതാൻ പോകുന്നത് CBT 1 ആണ്. ആദ്യത്തെ 10 ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ വിവിധ ഹെഡുകളിലാക്കി ഓരോ ഹെഡിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് BTechോ അല്ലെങ്കിൽ ഡിപ്ലോമോ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. JEEക്ക് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പഠിക്കണം? അത്ര കണ്ട ആഴത്തിൽ എവിടെ പഠിക്കണ്ട? ALPക്ക് പഠിക്കണ്ട. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യും, എക്സാമിന് എക്സൽ ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അഥവാ ALPയുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് RRB കഴിഞ്ഞ മാസം ഒരു നോട്ടീസ് അടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ALP പഠിച്ചു തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ALPയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്? ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALPയുടെ എത്രയൊക്കെ എക്സാം സ്റ്റേജുകൾ തരണം ചെയ്താലാണ് നിങ്ങൾ ALP ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ALPയുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസ്. 2018 ALP എക്സാം നടത്തിയപ്പോൾ ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാർ ടെക്നീഷ്യൻ എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ ചോദ്യങ്ങളുടെ നിലവാരം, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ അനാലിസിസ് നടത്തുന്നുണ്ടാവുക. ഇനി ഹൗ ടു പ്രിപ്പയർ എഫക്റ്റീവ്ലി, ഇതാണ് നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് എക്സാമിൻ്റെ സ്റ്റേജ്, എക്സാമിൻ്റെ പാറ്റേൺ, ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസ് ബേസ്ഡ് ഓൺ 2018 ALP എക്സാം ആൻഡ് ഹൗ ടു പ്രിപ്പയർ എഫക്റ്റീവ്ലി. ഇനി ALP എക്സാം വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ALP എക്സാമിന് എത്ര സ്റ്റേജുകളുണ്ടെന്ന് നോക്കിക്കാണാം. അപ്പോൾ ALP എക്സാം CBT 1, CBT 2, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ 4 സ്റ്റേജുകളായിട്ടാണ് പ്രധാനമായിട്ടും ALP എക്സാം നടക്കുന്നത്. ഒരു ടയർ 1 എക്സാം ഉണ്ടായിരിക്കും, ഒരു ടയർ 2 എക്സാം ഉണ്ടായിരിക്കും. ഇത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ്. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ALPക്ക് മാത്രമുള്ളതാണ്, ടെക്നീഷ്യൻ ഇല്ല. അതിനുശേഷം ഒരു അതിനുശേഷമായിരിക്കും നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് എക്സാമിന്റെ ഡിഫറെന്റ് സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഓരോ ടയറുകളും എങ്ങനെയാണ്, അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത എക്സാം പാറ്റേണിലേക്ക് നമ്മൾ പോകുന്നു. എക്സാം പാറ്റേണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ 1 നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ടയർ 1 എന്ന് പറയുന്നത് ALPക്കും ടെക്നീഷ്യനും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമാണ്. 1 മണിക്കൂർ പരീക്ഷയിൽ 75 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. ആൻഡ് ആ എക്സാമിന് ഓരോ കാറ്റഗറിക്കും ചുരുങ്ങിയ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. ഇത്ര മാർക്കെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഈ ടയർ 1ന് വാങ്ങിച്ചിരിക്കണം. ആൻഡ് ഇതൊരു സ്ക്രീനിങ് നേച്ചറുള്ള ടയർ മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്ന് അർത്ഥം. ഇത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്ന ഒരു ടയർ അല്ല. അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി ഘട്ടം മാത്രമാണ് ടയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഇത് ക്വാളിഫയിങ് ആയതുകൊണ്ട് നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ എക്സാമിൻ്റെ സിലബസ്, അടുത്ത് നോക്കുന്നത് നമ്മൾ സിലബസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂർ 75 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഇതാണ് അതിൻ്റെ സിലബസ്. മാത്സ് 20 മാർക്കിനുണ്ട്, ജനറൽ ഇന്റലിജൻസ് 25 മാർക്കിനുണ്ട്, ജനറൽ സയൻസ് 20 മാർക്കിനുണ്ട്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന്. ഇങ്ങനെ 75 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്. ഇതേ സിലബസിൻ്റെ ഒരു 75% ഇത്ര തന്നെയാണ് നമുക്ക് എവിടെയും പഠിക്കാനുള്ളത്.
ടയർ 2-നകത്തും പഠിക്കാനുള്ളത്. അതുകൊണ്ട് ടയർ 1 ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. നിങ്ങൾ ഇവിടെ നിന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ടയർ 1-നെ സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ടയർ 2-നെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമായിരിക്കും. ആൻഡ് ടയർ 2 ഈസ് റാങ്ക് മേക്കിംഗ് ഇൻ നേച്ചർ. ടയർ 2 ആണ് നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ടയർ 1 തൊട്ട് തന്നെ എന്താണ്, സ്ട്രോങ് ആയിട്ട് പഠിച്ചു വരണം. ഇത് ക്വാളിഫൈ ആയാൽ മാത്രമേ ടയർ 2 എഴുതാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവിടെ നിന്നേ നിങ്ങൾ അടിത്തറയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടയർ 2-ൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും നല്ല രീതിയിൽ റാങ്ക് ഉണ്ടാക്കാനും സാധിക്കും. ആൻഡ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം രണ്ടും കൂടി ചേർത്ത് 45 മാർക്ക് ഉണ്ട്. അതായത് 75 ക്വസ്റ്റ്യനിൽ 45 ചോദ്യവും ഈ രണ്ട് ഭാഗത്തു നിന്നാണ് വരുന്നത്. 60 മിനിറ്റിന്റെ പരീക്ഷയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എത്രത്തോളം ക്വാണ്ടും റീസണിങ്ങും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്, അതുപോലെ തന്നെ റീസണിങ് പാർട്ടും എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും കൂടുന്നോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റേജിലും ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജുകളിലും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളോട് മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് 2018 ALP വിളിച്ചപ്പോൾ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ പാറ്റേണും എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എക്സാമിൻ്റെ സിലബസുമാണ് നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CBT 1-ന് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് കൊടുത്തിട്ടുണ്ട്, മാത്സിന് സിലബസ് കൊടുത്തിട്ടുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് സിലബസ് കൊടുത്തിട്ടുണ്ട്, ജനറൽ സയൻസിന് സിലബസ് കൊടുത്തിട്ടുണ്ട്, ജനറൽ അവയർനെസ് ഓഫ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് CBT 1-ന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CBT 1-ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു. CBT 1 ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്നും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, CBT 2 ആണ്. CBT 2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എക്സാം ആണ്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സെക്കൻഡ് സ്റ്റേജ് ഷാൽ ബി 15 ടൈംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാം ഘട്ട പരീക്ഷ എഴുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് വെച്ച് 60 മിനിറ്റ്, അതായത് 1 അവറിൽ 75 മാർക്കിനുള്ള ഒന്നാം ഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എത്ര മടങ്ങായിരിക്കും, വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളാണ്. ഇപ്പൊ ALP ടെക്നീഷ്യൻ എക്സാമിന് 10,000 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 10,000 വേക്കൻസിക്ക് തതുല്യമായി ഇൻറ്റു 15 അത്രയും ആളുകളെ അവർ പ്രിലിമിനറി സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജ് രണ്ടാം ഘട്ടം എഴുതുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ 15 ടൈംസ് ആളുകൾ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് CBT 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് CBT 2-ന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. CBT 2-നെ 2 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ പാർട്ട് എയുടെ സിലബസ് ആണ് ഞാനിപ്പോൾ വായിച്ചത്. പാർട്ട് ബിയുടെ സിലബസ് എന്ന് പറയുന്നത് റെലവൻറ്റ് ട്രേഡ് ആണ്. ഈ റെലവൻറ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ട്രേഡിലുള്ള കുട്ടികളാണോ, ഏത് ട്രേഡിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഈ 75 മാർക്കിന് ചോദിക്കുന്നത്. അത് ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. അതിനകത്ത് മാത്സ് ഉണ്ടായിരിക്കും, റീസണിങ് ഉണ്ടായിരിക്കും, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഈ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്, ഇത് ടയർ 1-നും ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ടയർ 1 ഈവൻ ദോ ഇറ്റ് ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് എത്രത്തോളം നീറ്റായിട്ട് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കുന്നു, അത് നിങ്ങൾക്ക് എവിടെയും ഉപകാരത്തിൽ വരും, ടയർ 2-നും ഉപകാരത്തിൽ വരും. സോ ടയർ 2 എക്സാമിൽ 2 പാർട്ടുകളുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. പാർട്ട് എ 100 ചോദ്യം, അതുപോലെ തന്നെ 100 മാർക്ക് 90 മിനിറ്റ് ആണുള്ളത്. പാർട്ട് ബി 75 ചോദ്യം, 75 മാർക്ക് 60 മിനിറ്റ് ആണ് ഉള്ളത്. അങ്ങനെ ഓൾ ടുഗദർ 175 ചോദ്യവും 2.5 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും CBT 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി CBT 2-ന്റെ പ്രത്യേകത എന്താണ്? CBT 2-ൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എയിൽ 90 മിനിറ്റ് 100 മാർക്ക് ഉണ്ടായിരിക്കും. അതിനും എലിജിബിലിറ്റി ഉണ്ട്. കാറ്റഗറി തിരിച്ച് മിനിമം പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ ഇതിനകത്ത് വാങ്ങിച്ചിരിക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദ മാർക്സ് സ്കോർഡ് ഇൻ പാർട്ട് എ എലോൺ ഷാൽ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഫർദർ സ്റ്റേജസ്. CBT 2-ൽ 2 ഘട്ടമുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ ഇവരോട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? പാർട്ട് എയിൽ, ഈ നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എലോൺ ഷാൽ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഫർദർ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ബി റെലവൻറ്റ് ട്രേഡ് ടെക്നിക്കൽ പാർട്ട് ഇറ്റ് ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ, അത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നു അതായിരിക്കും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ദ കാൻഡിഡേറ്റ് ഇസ് സെക്യൂറിംഗ് ക്വാളിഫയിങ് മാർക്ക് ഇൻ പാർട്ട് ബി. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ CBT 2-ലെ പാർട്ട് എ റാങ്ക് മേക്കിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി
ഇതാണ് നേരത്തെ പറഞ്ഞ പാർട്ട് എ പാർട്ട് ബി. ഇതിലെ പാർട്ട് എ എന്താണ്? റാങ്ക് മേക്കിംഗ് ആണ്. ഇനി പാർട്ട് ബിയുടെ കാര്യം എന്താണ്? ഇറ്റ് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ. 35% മാർക്ക്, നിങ്ങൾ 75-ൽ 35% മാർക്കെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് എവിടെ വാങ്ങിക്കണം? പാർട്ട് ബിയിൽ വാങ്ങിക്കണം. ഇതിനകത്ത് എന്താണ്? ഇത് ടെക്നിക്കൽ പാർട്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ. ക്വാളിഫൈങ് ആയിരിക്കണം. 35% മാർക്ക് നിങ്ങൾ ചുരുങ്ങിയത് വാങ്ങിച്ചിരിക്കണം. ആൻഡ് കോമൺ സിലബസ് ഫോർ ALP. ഇതിനകത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? ഇത് സ്റ്റേജ് 1-നകത്തുള്ള സിലബസും ഇത് സ്റ്റേജ് 2-നകത്തുള്ള സിലബസുമാണ്. എന്തിൻ്റെ? സ്റ്റേജ് 2-ലെ നോൺ ടെക്നിക്കൽ പാർട്ടിൻ്റെയും സ്റ്റേജ് 1 പ്യുവർലി എന്താണ്? നോൺ ടെക്നിക്കലാണ്. ആ രണ്ട് സിലബസുകൾ എടുത്തു വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 75% സിലബസും കോമൺ ആണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ CBT 1-ന് നോൺ ടെക്നിക്കൽ പാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, സിലബസ് കോമൺ ആയതുകൊണ്ട് പാർട്ട് എയിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് എ ആണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ്. അതുകൊണ്ട് CBT 1 എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവരെന്ത് ചെയ്യും? റാങ്ക് മേക്കിങ്ങിൽ ഒരുപാട് മുന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് ശേഷം വരുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആർക്ക് മാത്രമുള്ളതാണ്? ALP ഉള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. ഇതിനാണ് നമ്മൾ സൈക്കോമെട്രി ടെസ്റ്റ് എന്നെല്ലാം വിളിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് എത്ര മാർക്ക് നിങ്ങൾ ചുരുങ്ങിയത് വാങ്ങിക്കണം? 42 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. CBT 2 കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ നിന്ന് 8 മടങ്ങ്, വാക്കൻസിയുടെ 8 മടങ്ങ് ആളുകളെയായിരിക്കും CBAT-ന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. CBT 2 കഴിഞ്ഞ് വരുന്നതിൽ നിന്നും വാക്കൻസിയുടെ 8 മടങ്ങ് ആളുകളെ ആയിരിക്കും എങ്ങോട്ട് എടുക്കുന്നുണ്ടാവുക? നമ്മുടെ CBAT എഴുതുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി ALPയുടെ മെറിറ്റ് ലിസ്റ്റ്, അതിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 70% വെയിറ്റേജ് എന്തിനായിരിക്കും? പാർട്ട് എക്ക് മാത്രമായിരിക്കും. ഏതിൻ്റെ? സെക്കൻഡ് സ്റ്റേജ് CBTയുടെ. 30% വെയിറ്റേജ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് അതിൽ 70% വെയിറ്റേജ് പാർട്ട് എ ആണ്. ഏത് പാർട്ട് എ? CBT 2 ടയർ 2-ൻ്റെ പാർട്ട് എക്കാണ്. 30% വെയിറ്റേജ് CBAT ഈ പറയുന്ന സൈക്കോമെട്രി ടെസ്റ്റിനാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ആൻഡ് സൈക്കോമെട്രി ടെസ്റ്റ് ALP ഉള്ള കുട്ടികൾക്ക് മാത്രമാണ്. അതിന് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 42 മാർക്കാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് റാങ്ക് മേക്കിംഗ് ഇൻ നേച്ചറാണ്. ഏത്? നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ CBT 1 എക്സാമിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കണ്ടു, ഓരോ സ്റ്റേജിൻ്റെയും പാറ്റേൺസ് കണ്ടു. CBT 1, CBT 2 രണ്ട് സ്റ്റേജിൽ എക്സാംസ് നടത്തുന്നു. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടു. ഇതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ടാവാം. അപ്പോൾ ഒരുപാട് സ്റ്റേജുകൾ അല്ലെങ്കിൽ ഒരുപാട് പാറ്റേൺസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സാർ ഒരുപാട് സ്ലൈഡ്സ് കാണിച്ചു, ഒരുപാട് സിലബസ് കാണിച്ചു, എന്താണെന്നുള്ളത് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ചാർട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ALP എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതാൻ പോകുന്നത് CBT 1 ആണ്. ഈ CBT 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി നോൺ ടെക്നിക്കൽ. നമ്മൾ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് 75 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് ഏറ്റവും ആദ്യം കണ്ടുണ്ടായിരുന്നു 60 മിനിറ്റിൽ. ആ എക്സാമാണ് ഈ CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണ്? നോൺ ടെക്നിക്കലാണ് അതിൻ്റെ സിലബസ് കംപ്ലീറ്റ്. ആൻഡ് അത് ക്വാളിഫൈങ് ഇൻ നേച്ചറാണ്. ഈ എക്സാം എഴുതി കഴിയുമ്പോൾ ALP ഓർ ടെക്നീഷ്യൻ്റെ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് ഏത് ടയർ എഴുതാൻ വരുന്നത്? 2ാം ടയർ എഴുതാൻ വരുന്നത്, CBT 2 എഴുതാൻ വരുന്നത്. ഈ CBT 2-നകത്ത് തന്നെ 2 ഭാഗമുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ നേച്ചർ ഉള്ളതാണ്. ഈ പാർട്ട് എയുടെ ഈ നോൺ ടെക്നിക്കൽ സിലബസും CBT 1-ലെ ഈ നോൺ ടെക്നിക്കൽ സിലബസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ നേരത്തെ കാണിച്ചു വെച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പാർട്ടാണ് ആൻഡ് ഇറ്റ് ഈസ് റാങ്ക് മേക്കിംഗ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ 70% വെയിറ്റേജും CBT 2-ലെ ഈ നോൺ ടെക്നിക്കൽ പാർട്ടിനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. പാർട്ട് ബി എന്താണ്? പാർട്ട് ബി ടെക്നിക്കലാണ്. 75 മാർക്കിൻ്റെ റെലവൻറ്റ് ട്രേഡ്, നിങ്ങൾ ഏത് ട്രേഡിലാണോ എക്സാം എഴുതാൻ പോകുന്നത് ആ ഭാഗത്തു നിന്നുള്ള 75 ചോദ്യങ്ങളാണ് എവിടെ ചോദിക്കുന്നത്? പാർട്ട് ബിയിൽ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ. നിങ്ങൾക്ക് 35% മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഭാഗം ക്വാളിഫൈ ആവും. പക്ഷേ 35% മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? CBT 2 ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കലിനകത്ത് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചു, ഓക്കെ, അത് റാങ്ക് മേക്കിംഗ് ആണ്, 70% റാങ്കിന് വെയിറ്റേജും ഉണ്ട്. നിങ്ങൾ പാർട്ട് ബിയിൽ ഈ 35% മാർക്ക് നിങ്ങൾ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ CBT 2 ക്ലിയർ ആവില്ല. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയി കാണും. CBT 1-ൽ നിന്ന് നിങ്ങൾ നോൺ ടെക്നിക്കൽ പഠിച്ചു, ക്വാളിഫൈ ചെയ്തു. CBT 2 വരുന്നു, അതിന് 2 പാർട്ട് ഉണ്ട്. അതിൽ നോൺ ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്. പാർട്ട് ബി ടെക്നിക്കൽ പാർട്ട് എന്താണ്? ക്വാളിഫൈങ് ഇൻ നേച്ചർ ആണ്. മനസ്സിലാക്കി. അപ്പോൾ ഈ CBT 2-ൽ നിന്ന് ഇത് രണ്ടും
ക്രാക്ക് ചെയ്ത് പുറത്ത് വരുന്നത് ALP ഓർ ടെക്നീഷ്യൻ വേക്കൻസിയുടെ 8 മടങ്ങ് ആൾക്കാരെ എന്ത് ചെയ്യുന്നു, അടുത്ത കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രി ടെസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചുരുങ്ങിയത് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം? 42 മാർക്കെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് വാങ്ങിക്കണം. ഈ CBAT-ന്റെ മാർക്ക് നിങ്ങളുടെ എന്താണ്, റാങ്ക് മേക്കിംഗ് ആണ്. CBAT-ൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന് റാങ്ക് ലിസ്റ്റിൽ 30% വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ മൊത്തം എക്സാമിനേഷൻ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ മൊത്തം എക്സാമിനേഷൻ പാറ്റേണിൽ ഈ CBT-2-ലെ നോൺ ടെക്നിക്കൽ പാർട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ മാർക്കുമാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും വരുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റിന്റെ ക്രൈറ്റീരിയ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2018 നോട്ടിഫിക്കേഷനിൽ ALPക്ക് കൊടുത്തിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടെക്നീഷ്യൻ പോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ALPയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ടൈറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ടെക്നീഷ്യൻ പോസ്റ്റിനാണ് കമ്പാരിറ്റീവ് ടു ALP കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിനേഷൻ സ്റ്റേജ് ആൻഡ് എക്സാമിനേഷൻ പാറ്റേൺ എന്നുള്ള ഭാഗത്തു നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി, എക്സാമിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് മനസ്സിലാക്കി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ ടോപ്പിക് ഓഫ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി 2018 നടന്നിട്ടുള്ള ALP എക്സാമും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, എത്രയൊക്കെ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട് ഈ ക്വസ്റ്റ്യൻസിന് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2018-19 കാലഘട്ടത്തിൽ തന്നെ നടത്തിയിട്ടുള്ള RRBയുടെ മറ്റ് എക്സാംസ് ഉണ്ട്. ഗ്രൂപ്പ് ഡി എക്സാംസ്, NTPC എക്സാം, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാം, എസ്പെഷ്യലി ജൂനിയർ എഞ്ചിനീയർ എക്സാം, കാരണം അത് ടെക്നിക്കൽ പോസ്റ്റ് ആയതുകൊണ്ട് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ RRBയുടെ ALP ബാർ ടെക്നീഷ്യൻ എക്സാമിന് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, ഡിഫിക്കൽട്ടി ലെവലിൻ്റെ കമ്പാരിസൺ നോക്കുന്നു. അതുപോലെ തന്നെ ALPയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ഭാഗമാണ്. കാരണം ALPയിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിഫയിങ് ഇൻ നേച്ചർ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. എന്നാൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അങ്ങനെയല്ല. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ALP എക്സാംസിന് നോൺ ടെക്നിക്കൽ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ നോൺ ടെക്നിക്കൽ പാർട്ടിൻ്റെ കമ്പാരിസൺ ആണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും RRB ALPയുടെ നോൺ ടെക്നിക്കലിന് ചോദിച്ചിട്ടുള്ള ടയർ 1-ലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും RRB JEക്ക് നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടയർ 1-ലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 ഹെഡുകളും സെയിം തന്നെയാണ്. മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് സെയിം ആണ്, ജനറൽ സയൻസ് സെയിം ആണ്. ഇവിടെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. അവിടെ അതിന് പകരം ജനറൽ അവയർനെസ് എന്ന് മാത്രമേ എവിടെ കൊടുത്തിട്ടുള്ളൂ, ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന് കൊടുത്തിട്ടുള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് സിലബസ്. ഞാൻ അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ALPയുടെ CBT-1-ന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. അവിടെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സിന് ഞാൻ ഒരു സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ALPയുടെ ടയർ 1-ന്റെ സിലബസ് ആണ്. ഇത് RRB JEയുടെ ടയർ 1-ന്റെ സിലബസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് നോക്കുക, നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്, അതൊരു സെപ്പറേറ്റ് ടോപ്പിക്ക് മാത്രമാണ്. ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ, ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കോണമി തുടങ്ങിയ ഭാഗങ്ങളാണ് ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയറിന്റെ സിലബസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ് ALPയുടെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന് കുറെ കൂടി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേസമയം ALPയുടെ എക്സാം ആണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ തുടങ്ങിയ മേഖലയിൽ ഉള്ള ഒരു പൊതുബോധമാണ് ALPക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കമ്പാരിസന് വേണ്ടി, ഡിഫിക്കൽട്ടി ലെവൽ കമ്പാരിസന് വേണ്ടി ആദ്യം കൊടുത്തിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും
ALPക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരേ സബ്ജക്റ്റിൽ നിന്നും ഏകദേശം ഒരേ ടോപ്പിക്കുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ജൂനിയർ എഞ്ചിനീയറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രത്തോളം ഉണ്ടെന്നും ALPയുടെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. Which of the following canon of taxation is known as the ability to pay principle of taxation എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് കോർ എക്കണോമിക്സ് ആണ്. ആദം സ്മിത്തിന്റെ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാനോൺ ഓഫ് ഇക്വിറ്റി ആണ്. ഇത് എവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്? RRB JEയുടെ എക്കണോമിക്സ് പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് കോർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഓൾറെഡി RRB JEയുടെ സിലബസിനകത്ത് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ടോപ്പിക് കണ്ടതാണ്. ഇനി ALPക്ക് ചോദിച്ച ചോദ്യം നോക്കാം. An increase in the price of these products will have a ripple effect in the increasing the prices of many products, thereby resulting in inflation. Inflation, പണപ്പെരുപ്പം അഥവാ വിലക്കയറ്റം തുടങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിന് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിന്റെ വില കയറുമ്പോഴാണ് അല്ലെങ്കിൽ വില കൂടുമ്പോഴാണ് റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. മെഡിസിൻസ്, സ്മാർട്ട് ഫോൺസ്, പെട്രോളിയം, ഓട്ടോമൊബൈൽസ്. ഇതിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്രോളിയം. പെട്രോളിന്റെ വില കൂടുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ പച്ചക്കറിക്കും മറ്റ് സംഭവങ്ങൾക്കും വില കൂടുന്നത് നിരന്തരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ന്യൂസിൽ നിങ്ങൾ കാണുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കാനായിട്ടൊരു കോർ എക്കണോമിക്സ് പഠിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ളൊരു ചോദ്യമാണ് എവിടെ ചോദിച്ചിരിക്കുന്നത്? ALPക്ക് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ JEക്ക് ചോദിച്ച ചോദ്യം നോക്കുക, കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. Which of the following is not the effect of modern agriculture? Eutrophication, ozone depletion, nitrate pollution, biomagnification. ഇതെല്ലാം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആണ്. ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. ഇത് ജൂനിയർ എഞ്ചിനീയറിന് ചോദിച്ച ചോദ്യമാണ്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ALPക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ഡാഷ് ഈസ് നോൺ ആസ് ഇന്ത്യാസ് സ്പൈസ് ഗാർഡൻ. ഇന്ത്യയുടെ സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. രാജസ്ഥാൻ, കേരള, മഹാരാഷ്ട്ര, കർണാടക. ഇതിന്റെ ഉത്തരം മലയാളിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ളതാണ്. എൻ്റെ ആൻസർ വരുന്നത് എന്താണ്? കേരളയാണ്. അപ്പോൾ അഗെയിൻ ഇത് ഒരു ജോഗ്രഫി ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ജൂനിയർ എഞ്ചിനീയറിന് കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ALPക്ക് വളരെ കോമൺ നോളജ് ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. Which of the following denotes currency with public? ജൂനിയർ എഞ്ചിനീയറിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. M1, M4, M2, M3. ഇതിന്റെ ആൻസർ വരുന്നത് M1 ആണ്. ഇന്ത്യൻ എക്കോണമിയുടെ അല്ലെങ്കിൽ എക്കോണമിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പുറത്തെ ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GST? GSTയുടെ ഫുൾ ഫോം എന്താണ്? ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളാണ്. അതേസമയം ALPക്ക് ചോദിച്ചിട്ടുള്ളത് കുറെ കൂടി കമ്പാരിറ്റീവ്ലി കോമൺ സെൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെയാണോ? അല്ല. ALPക്കും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കുക. The Kathopanishad captures the conversation between a young boy named Nachiketa and a god. Which of the following god is talking to Nachiketa? ഇതിന്റെ ആൻസർ വരുന്നത് ലോർഡ് യമയാണ്. ഇത് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് വേദിക് കൾച്ചറിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇത് എവിടെ ചോദിച്ചിട്ടുള്ളതാണ്? ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഏൻഷ്യന്റ് ഇന്ത്യയിലെ ആ ഭാഗം പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് നോക്കാം. Which is the first Indian state to ratify the GST Constitution Amendment Bill recently passed by the Parliament of India? പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള GST Constitution Amendment Bill ഏറ്റവും ആദ്യം റാറ്റിഫൈ ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇതിന്റെ ഉത്തരം വരുന്നത് ആസാമാണ്. അപ്പൊ ഇത് GSTയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അതേ ALP തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത്. ഇത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. റീസെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ലെവലിൽ ഉള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ALP ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ കുറേ കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ജൂനിയർ എഞ്ചിനീയറിന് ചോദിക്കുന്നത് പൊതുവേ ഈ ജനറൽ അവയർനെസ് ഭാഗത്തു നിന്ന് കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ALP എക്സാമിന് കമ്പാരിറ്റീവ്ലി ഈ ജനറൽ അവയർനെസ് ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഇനി മറ്റൊരു കമ്പാരിസൺ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കറണ്ട് അഫെയർ പാർട്ടിൽ നിന്നും ALPക്ക് ചോദിച്ചിട്ടുള്ള 10 ഷിഫ്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളെ വിവിധ ഹെഡുകളിലായിട്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ്.
ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ 2018 നടന്നപ്പോൾ ആദ്യത്തെ 10 ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ വിവിധ ഹെഡുകളിലാക്കി ഓരോ ഹെഡിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ALPയുടെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 ചോദ്യമാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 10 ചോദ്യത്തിൽ കറണ്ട് അഫയർ പാർട്ടിൽ നിന്ന് മാത്രം നോക്കുക 8, 7, 9, 6, 7, 8, 8, 8 അങ്ങനെ തുടങ്ങിയ അത്രയും ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് മാത്രം ചോദിക്കുന്നുണ്ട്. ആൻഡ് അത് ഹെഡുകൾ നോക്കുക, അവാർഡ്സ്, പേഴ്സണാലിറ്റീസ്, അപ്പോയിന്റ്മെന്റ്സ്, ഓർഗനൈസേഷൻ ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഡേറ്റ്സ് ആൻഡ് തീംസ് ആൻഡ് വെന്യൂസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് തുടങ്ങിയ ഹെഡുകളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓരോ സബ് ടോപ്പിക്സിലേക്ക് ഞാൻ പല ടോപ്പിക്കുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്രയും ഈ 6 ടോപ്പിക്കായിട്ട് മാറ്റിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അവാർഡ് എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ഫിലിമിൽ കിട്ടിയിട്ടുള്ള അവാർഡ്, ലിറ്ററേച്ചർ, കൾച്ചറിൽ, ഇത്രയും ഏരിയയിൽ കിട്ടിയിട്ടുള്ള അവാർഡുകളെല്ലാം ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫയറിൽ. പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ അഗെയിൻ സ്പോർട്സ്, പൊളിറ്റീഷ്യൻസ്, ഫിലിംസ്, ലിറ്ററേച്ചർ, ഈ മേഖലകളിൽ ഉള്ള പേഴ്സണാലിറ്റീസ്, പ്രോമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോയിൻമെന്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, അങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളുടെ അപ്പോയിൻമെന്റ് ഒക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സിലുള്ള അപ്പോയിൻമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ, അതിൽ രാജ്യങ്ങൾ നിർത്തി എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റിലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ എന്ത് ചെയ്യണം, അവരുടെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻമെന്റും ALP ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലുള്ള അപ്പോയിൻമെന്റ്, ഇത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരാണ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടും ALP കറണ്ട് അഫയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്തരം ഹെഡുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ ഭാഗത്ത് നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ അവിടെ പോയി. ഇവിടെ 8 ചോദ്യമേ ഉള്ളൂ ഷിഫ്റ്റ് 1-ൽ, ബാക്കി 2 ചോദ്യം ഇവിടെ പോയി. ആ 2 ചോദ്യമാണ് സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കഥോപനിഷത്ത് പോലെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ബാക്കി ചോദ്യങ്ങൾ. അവിടെ ഞാൻ ഈ പറയുന്ന പോലെ 4 ടോപ്പിക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ജോഗ്രഫി ആൻഡ് ലൊക്കേഷൻ, പൊളിറ്റി ആൻഡ് സിവിക്സ്, എക്കണോമിക്സ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ബാക്കി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും ആ ചോദ്യങ്ങളും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിന്റെ സബ് ടോപ്പിക്സ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചറിന് നമുക്ക് ഏൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ, കൾച്ചർ തുടങ്ങിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. പൊളിറ്റി ആൻഡ് സിവിക്സിന് മിനിസ്ട്രീസ്, സ്കീംസ്, ഇൻഡിസസ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക്സ് തുടങ്ങിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ജോഗ്രഫി ആൻഡ് ലൊക്കേഷൻ, ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക്സ്, വേൾഡ് ജോഗ്രഫിയുടെ ബേസിക്സ്, ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ്, റിസോഴ്സസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഈ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എക്കണോമിക്സിൽ റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ RBI, SEBI തുടങ്ങിയ റെഗുലേറ്ററീസ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF, വേൾഡ് ബാങ്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക്സിന്റെ ബേസിക്സ് ആൻഡ് സ്കീംസ്, ഇത്രയും ഏരിയയിൽ നിന്നാണ് സ്റ്റാറ്റിക് പാർട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ചോദ്യങ്ങളും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടാണ്. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, സ്റ്റാറ്റിക് വിത്ത് കറണ്ട് അഫയർ. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് GST ഇൻ ഇറ്റ്സ് സിസ്റ്റം? RRBക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഫ്രാൻസ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഈ ചോദ്യം വന്നിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. 2018 എക്സാം നടത്തിയിരിക്കുന്നത്. GST ന്യൂസിൽ നിന്നിരുന്നത് 2016-17 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ 2016-17 കാലഘട്ടങ്ങളിൽ ന്യൂസിൽ നിറഞ്ഞു നിന്ന വിഷയമാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് വരുന്നതാണ്? സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്ന എക്കണോമിക്സിന്റെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് GST വരുന്നത്. GST കറണ്ട് അഫയറിൽ നിന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് പ്ലാനിങ് ടു ലോഞ്ച് ഇറ്റ്സ് ഓൺ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നത് എക്കണോമിക്സിലൊരു കൺസെപ്റ്റാണ്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് പ്ലാനിങ് ടു ലോഞ്ച് ഇറ്റ്സ് ഓൺ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്? ഏതോ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ IPO ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് എന്തിൽ വന്നത്? ALPയിൽ ചോദ്യമായിട്ട് വന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അടുത്ത് നോക്കാം. ദക്ഷിൺ ഗംഗോത്രി is a research way station set up by Indian scientists. Where is it located? Again കറണ്ട് അഫെയർ ആണ്, ലൊക്കേഷൻ ആണ്, സ്റ്റിൽ കറണ്ട് അഫെയർ ആണ്.
ആൻസർ വരുന്നത് അന്റാർട്ടിക്കയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹു ഈസ് ദി ഓൺലി പ്രസിഡന്റ് ഇൻ US ഹിസ്റ്ററി ടിൽ ഡേറ്റ് ടു ഹാവ് സെർവ്ഡ് 2 നോൺ കോൺസിക്യൂട്ടീവ് ടേംസ് ആസ് US പ്രസിഡന്റ്? ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഗ്രോവർ ക്ലീവ്ലൻഡ് ആണ്. US പ്രസിഡന്റ് അല്ലേ? 2018 ALP എക്സാം നടക്കുന്നത്. 2017 ആദ്യമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻസി എലക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫെയറിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ട്രംപിനെ പറ്റിയുള്ള ചോദ്യമല്ല ചോദിച്ചത്. വേൾഡ് ഹിസ്റ്ററിയിലെ US ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആ US ഹിസ്റ്ററിയിൽ ഏത് പ്രസിഡന്റാണ് ഹു സെർവ്ഡ് 2 നോൺ കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? ഗ്രോവർ ക്ലീവ്ലൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫെയർ ഭാഗത്തു നിന്നാണ്. വളരെ കുറച്ച് ചോദ്യങ്ങളാണ് സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് വരുന്നത്. സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം US ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് പാർട്ടാണ്. ഈ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം പോലും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്? ഇവിടെ കണ്ടത് ഡെപ്ത് ഓഫ് പ്രിപ്പറേഷനും RRB എക്സാംസും തമ്മിലുള്ളൊരു ചാർട്ട് ആദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEക്ക് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പഠിക്കണം, അത്ര കണ്ട ആഴത്തിൽ എവിടെ പഠിക്കണ്ട? ALPക്ക് പഠിക്കണ്ട. അത്ര കണ്ട ആഴത്തിൽ എവിടെ പഠിക്കണ്ട? ഗ്രൂപ്പ് ഡിക്ക് പഠിക്കണ്ട. ചുരുക്കി പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ജൂനിയർ എഞ്ചിനീയർ എക്സാമിനാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ALP എക്സാമും ഗ്രൂപ്പ് ഡി എക്സാമും താരതമ്യേന എന്തായിരിക്കും? എളുപ്പമായിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. 2, ALP എക്സാമിൻ്റെ സ്റ്റാറ്റിക് വേഴ്സസ് കറണ്ട് അഫയേഴ്സ് പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 8 ചോദ്യം 9 ചോദ്യമൊക്കെയാണ് കറണ്ട് അഫെയർ പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നാണ് ബാക്കി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആ 10 മാർക്കിലെ 75% ഭാഗവും ചോദിച്ചിരിക്കുന്നത് കറണ്ട് അഫെയർ പാർട്ടിൽ നിന്നും, ബാക്കി 25% ചോദ്യങ്ങളാണ് എവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത്? സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യമാണ് ഈ ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ALP എക്സാമും ഗ്രൂപ്പ് ഡി എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെൻ ഡയഗ്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് BTechോ അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യണം. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ALP എക്സാമിനും ഗ്രൂപ്പ് ഡി എക്സാമിനും കോമൺ ആയിട്ടുള്ള ഒരുപാട് സിലബസുകൾ ഉള്ളത് കൊണ്ട് ഈ എക്സാമിൻ്റെ ആഴത്തിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ITI ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ALP എക്സാമിനും ഗ്രൂപ്പ് ഡി എക്സാമിനും അപ്ലൈ ചെയ്യണം. കാരണം ഇതിന് രണ്ടിനും എന്തായിട്ടുണ്ട്? ഒരുപാട് ഏരിയാസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസ് എന്നുള്ള ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ എക്സാമിൻ്റെ സ്റ്റേജുകൾ മനസ്സിലാക്കി, എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി, 2018 ALP നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തി. ഇനി അടുത്തത്, ഇനി വിളിക്കാൻ പോകുന്ന ALP പരീക്ഷയ്ക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിന് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള എക്സാമിൻ്റെ വെയിറ്റേജ്, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. എന്തുകൊണ്ടാണ് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ട് ALPക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എക്സാമിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഏതൊക്കെ ഭാഗത്തിന് ആണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത്രയും ഇങ്ങനെ ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആക്യുറസിയുടെയും സ്പീഡിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും. അപ്പോൾ ഇത്തരം ക്രൈറ്റീരിയാസ് മുന്നിലേക്ക് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ റീസണിങ്ങിനും ക്വാണ്ടിനും നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. എന്തുകൊണ്ടാണ്? ടയർ 1 നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. 75 മാർക്കിൽ 45 മാർക്കും ചോദിക്കുന്നത് റീസണിങ് പാർട്ടിൽ നിന്നും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിൽ നിന്നുമാണ്. ഈ 75 മാർക്കിൻ്റെ പരീക്ഷയിൽ ആകെ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ലിസ്റ്റ് ക്ലിയർ ചെയ്യാനും സെക്കൻഡ് സ്റ്റേജ് എഴുതാനും നിങ്ങൾക്ക് പറ്റും. ഇനി സെക്കൻഡ് സ്റ്റേജിനകത്തും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ട കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ നോൺ ടെക്നിക്കൽ പാർട്ടിലെ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. അപ്പോൾ ഇതിനെ നിങ്ങൾ എങ്ങനെ വേണം പഠിക്കാനായിട്ട്? 2018 സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലും അതുപോലെ തന്നെ
സിലബസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം? അടിമുടി കവർ ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിമുടി സിലബസ് കവർ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടോപ്പിക് വൈസ് തിരിച്ച്, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ റീസണിങ്, ഇപ്പം മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ആൻഡ് ടൈം അങ്ങനെ ഒരു ഭാഗമുണ്ട് അല്ലേ. റീസണിങ് ആണെന്നുണ്ടെങ്കിൽ ഏജ്, ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഓരോ ടോപ്പിക്കുകൾ തിരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പരമാവധി ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. കംപ്ലീറ്റ് സിലബസ് കവറേജ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്പീഡും ആക്യുറസിയും ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ ഇത്രയും വെയിറ്റേജ് ഉള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭാഗം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 75 മാർക്കിൽ 45 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് സ്കോർ ചെയ്യാം. അതിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങളുടെ റാങ്കും മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സിലബസ് കവർ ചെയ്തു. അതിൽ ഇപ്പോൾ ഒരാഴ്ച ഒരു സിലബസ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ആ ആഴ്ചയും ആ മാസം എൻഡിലും എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ പഠിച്ചു വിട്ടത് കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഭാഗം ഈസി ആക്കി വെക്കാൻ പറ്റുള്ളൂ. ഇത് ALPയുടെ കേസിൽ മാത്രമല്ല, ജൂനിയർ എഞ്ചിനീയറിനും ഈ ഭാഗം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഇത് അത്രയും സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി അടുത്തത് എന്താണ്? ജനറൽ അവയർനെസ്സും കറണ്ട് അഫെയർ പാർട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം? ജനറൽ അവയർനെസ്സിന് ഈ പറഞ്ഞ പോലെ എന്താണ്? സിലബസ് കവറേജ് ആവശ്യമാണ്. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിസ്റ്ററി ഉണ്ട്, അതിനകത്ത് പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. അപ്പോൾ അതിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. എന്നിട്ട് ആ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. കവർ ചെയ്തു, സിലബസ് കവർ ചെയ്തു, ആ കവർ ചെയ്ത ഭാഗത്ത് നിന്ന് നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി, അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് സബ്ജക്ട് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഹിസ്റ്ററി നിങ്ങൾ രാജാക്കന്മാരുടെ പേര് വർഷങ്ങളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു, അതെല്ലാം കുത്തിക്കുറിച്ചിട്ടു. പക്ഷെ എക്സാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചു വെച്ചത് കൊണ്ടോ നോട്ട് എഴുതിയത് കൊണ്ടോ നിങ്ങൾക്ക് ഉപകാരം കിട്ടാൻ പോകുന്നില്ല. മാക്സിമം ടെസ്റ്റുകൾ ചെയ്യാൻ നോക്കുക. സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആൻഡ് അഗെയിൻ നമ്മൾ ക്വാണ്ടിറ്റിയും റീസണിങ്ങിൻ്റെയും കാര്യം പറഞ്ഞ പോലെ മന്ത്ലി വീക്ക്ലി റിവിഷൻ മസ്റ്റാണ്. പ്രത്യേകിച്ച് ഹിസ്റ്ററി പൊളിറ്റി പോലെയുള്ള വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഓർമ്മയിൽ നിൽക്കില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൺഫ്യൂഷനായിട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് കറണ്ട് അഫെയർ നമ്മൾ ഓൾറെഡി ക്വാളിറ്റേറ്റീവ് എക്സാം അനാലിസിസിൽ കണ്ടതാണ്. കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം ALPക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത്. അതിനകത്ത് ഞാൻ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. 2018 എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. 2024 ആകുമ്പോൾ ചിലപ്പം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എക്സാമിന് ചിലപ്പം ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ഇപ്പോൾ 2018 എക്സാം അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് അത്രമാത്രം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി ഓർ വീക്ക്ലി ഓർ മന്ത്ലി ബേസിൽ കറണ്ട് അഫെയർ നോക്കിയേ പറ്റൂ. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ആളാണ്, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി കറണ്ട് അഫെയർ നോക്കണമെന്ന് തന്നെ ഞാൻ പറയും. അതും ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ടോപ്പിക്സ്, ആ ടോപ്പിക്കുകൾ നോക്കി ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ ദിവസം വരുന്ന അവാർഡുകൾ, സ്പോർട്സിൽ വരുന്ന സ്പോർട്സ്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് തുടങ്ങിയ ഭാഗങ്ങൾ, പേഴ്സണാലിറ്റീസ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെച്ച് പഠിക്കുക. ആൻഡ് അവിടെയും ടെസ്റ്റ് അനിവാര്യമാണ്. നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുകയും എക്സാമിന് എക്സൽ ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചു, ജനറൽ അവയർനെസ്സും ജനറൽ നോളജും കറണ്ട് അഫെയർസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പിന്നെ ചെയ്യേണ്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB ALP 2018 30 ഷിഫ്റ്റുകളിലായിട്ട് നടത്തിയിട്ടുള്ള എക്സാംസിൻ്റെ പേപ്പർ അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടെസ്റ്റുകൾ ചെയ്യണം, റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടി. ALP കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. 2018 ALP നടത്തിയിട്ടുള്ള എക്സാം 30 ഷിഫ്റ്റുകളായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ആ എക്സാമും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കവറായി കിട്ടുകയും ചെയ്യും. അതേ ലെവലിലുള്ള ചോദ്യമാണ് ഇനി വരാനിരിക്കുന്ന എക്സാമിന് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ALP എക്സാമിനേഷന് വേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ്? ALP എന്ന് പറയുന്ന എക്സാമിൻ്റെ സ്റ്റേജുകൾ നമ്മൾ കണ്ടു, എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി, ഇതിന് മുന്നേ ഉള്ള എക്സാം എങ്ങനെയായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. ഇനി വരാനിരിക്കുന്ന ALP എക്സാമിന് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.